മുസ്തഫ, ഇവിടെ എന്താണ് ആക്ച്വൽ കണക്കുകൾ വരാൻ ഉള്ളത് ജൂൺ 4-ാം തീയതിയാണ്. ഈ നൗഷാദിൽ പറയുന്ന പോലെ എക്സിറ്റ് പോളുകൾ അമ്പയെ പരാജയപ്പെട്ട തോറ്റമ്പെ ചരിത്രം ഉണ്ട് താനും. എങ്ങാനും ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ, എങ്ങാനും BJP അക്കൗണ്ട് തുറക്കുകയും LDFിൻ്റെ ടാലി 0 ആവുകയും ചെയ്താൽ നിങ്ങൾക്കൊക്കെ തലമുക്കി കേരളത്തിൽ നടക്കാൻ പറ്റുമോ ശ്രീ മുസ്തഫ? അങ്ങനെ സംഭവിച്ചാൽ തലപൊക്കാൻ പ്രയാസം തന്നെയാണ്, അതിൽ സംശയമില്ലല്ലോ. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം, റിയാലിറ്റി. താങ്കളുടെ ചോദ്യം തന്നെ എങ്കിൽ എന്നാണ്, എന്നാണെങ്കിൽ എന്നാണ്. അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾ. പിന്നെ ഞങ്ങള് ഇവിടെ സംപൂജ്യരായ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. 1977 തെരഞ്ഞെടുപ്പ് ഇതുപോലെ അതിനിർണായകമായിരുന്നു. കാരണം അന്നും ഒരു അടിയന്തരാവസ്ഥ, നേരിട്ടുള്ള അടിയന്തരാവസ്ഥ 75-76 കഴിഞ്ഞിട്ടാണ് 77 തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു കോൺഗ്രസിന്റെ അധികാര കുത്തക ഇല്ലാതാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം 77. പക്ഷെ കേരളത്തിലെ റിസൾട്ട് അറിയാമല്ലോ. ലോക്സഭയിലേക്ക് അന്ന് ഇടതുപക്ഷത്തിന് CPM-ന് 0 ഞങ്ങൾ. പക്ഷെ 3 വർഷം കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. EK നായനാർ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നത് 80 തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം ഇടതുപക്ഷത്തിന്റെ കൂമ്പടക്കുമെന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് മാത്രം ഇടതുപക്ഷം വല്ലാതെ വികസിക്കും എന്ന് കരുതുന്നതും ഇടതുപക്ഷത്തെ കുറിച്ചല്ല, ഏത് പാർട്ടിയെ കുറിച്ചാണ്. മുസ്തഫ, എക്സിറ്റ് പോളുകളിൽ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പരാജയം അങ്ങനെ ഉണ്ടാകുമെന്ന് താങ്കൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഈ പഴയ ചരിത്രത്തിലേക്ക് പോകുന്നത്? അത് എന്റെ ചോദ്യത്തിന് മറുപടിയാണോ? അല്ല, ഞാൻ ഭയക്കല്ല. താങ്കളുടെ ചോദ്യം അങ്ങനെയാണല്ലോ താങ്കൾ പറയുന്നത്. എപ്പോഴും ചർച്ചയിൽ പറയാറെന്താ, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയൂ, നിങ്ങൾ വേറെ പറയല്ല എന്നാണ്. ആ ചോദ്യത്തിന്റെ മറുപടി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പൊ പക്ഷേ നൗഷാദിൽ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ മറ്റൊരു ചാനലിന്റെ എക്സിറ്റ് പോൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞതനുസരിച്ച് ഓൾറെഡി ഇപ്പോൾ അവർ 8 സീറ്റിന്റെയോ മറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത്. ആ 8-ൽ 1 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചു. എന്നാലും ഞങ്ങൾ പൂച്ചയാകാൻ പോകുന്നില്ല. 8-ൽ 1 സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ NDA അക്കൗണ്ട് തുറക്കുമെന്ന് എല്ലാ നാഷണൽ മീഡിയയും പറഞ്ഞു എക്സിറ്റ് പോളിൽ. പക്ഷെ അവരിപ്പോ 8 എണ്ണം കാണിച്ചതിൽ 2 എണ്ണം തിരുവനന്തപുരവും ആറ്റിങ്ങലുമാണ്. ആ 2 ഇടത്തും NDA തോൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ഇടത്തും NDA തോൽക്കും എന്ന് പറഞ്ഞിടത്ത് തന്നെ ഇന്നലെ ആ ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകളും കാണിച്ചിട്ടുള്ള ദേശീയ തലത്തിലെ എക്സിറ്റ് പോളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും പൊളിയുന്നു. തൃശൂർ സുനിൽകുമാർ ജയിക്കും എന്ന് മുസ്തഫയ്ക്ക് വോട്ടെണ്ണാൻ 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ബൂത്തുകളിൽ നിന്ന് നൽകിയിട്ടുള്ള പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് LDFന്റെ നേതാക്കൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ വിജയപ്രതീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുസ്തഫ, ഇവിടെ കെ മുരളീധരൻ പറയുന്നുണ്ട്. അതായത് കെ മുരളീധരൻ പറയുകയാണ്, തൃശ്ശൂരിൽ BJP 3-ാം സ്ഥാനത്താണ്, സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത്, അതൊരു തർക്കമില്ല. 1-ാം സ്ഥാനത്ത് സ്വാഭാവിക കെ മുരളീധരൻ തന്നെ ആണെന്നാണ് അദ്ദേഹം പറയുക. 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് തന്നെയാണ്. BJP എങ്ങാനും 2-ാം സ്ഥാനത്ത് വന്നാൽ അതിന് കാരണക്കാരൻ മുഖ്യമന്ത്രിയാണ് എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ AK ബാലൻ പറയുന്നത് എങ്ങാനും അവിടെ സുരേഷ് ഗോപി ജയിച്ചാൽ അതിന് കാരണക്കാർ കോൺഗ്രസ് ആണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ളൊരു സിനേറിയോ AK ബാലൻ കാണുന്നുണ്ട് ശ്രീ മുസ്തഫ? ഇല്ലാതെ നിങ്ങൾ ഈ ചോദിക്കുന്നതിനുള്ള മറുപടിയിലേ അത് പറയുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഞാനിപ്പോ അപ്പുറത്തൊരു ചാനല് മറ്റൊരു ചാനലിന്റെ എക്സിറ്റ് പോളിനെ കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ട് ആ ചാനലിന്റെ എക്സിറ്റ് പോൾ എന്തോ ശരിയാണ് എന്നൊന്നുള്ള ഞാൻ പറഞ്ഞത്. കാരണം എന്താ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആ ചാനൽ എക്സിറ്റ് പോൾ നടത്തിയിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് തോൽക്കുമെന്ന് പറഞ്ഞ 31 ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇപ്പൊ MLA-മാരും അവരിൽ ചിലർ മന്ത്രിമാരുമായിട്ട് കേരളത്തിൽ ഇരിപ്പുണ്ട്. അന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ആരെങ്കിലും തുടർഭോജനം, നിങ്ങളുടെ ഏതെങ്കിലും, നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് 80-85% ഒക്കെ വിജയിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ട് എന്ന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ എക്സിറ്റ് പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതാണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ പ്രബലമായ മലയാള മാധ്യമം കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണം പ്രവചിച്ചില്ല എന്ന് മാത്രമല്ല, അവര് വലിയ തോൽവി പ്രഖ്യാപിച്ച ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്താകുമെന്ന് പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ 31 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിക്കുകയും 98 സീറ്റോടുകൂടി ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണം കേരളത്തിൽ സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് 2004 പഴയ എക്സിറ്റ് പോളിന്റെ അട്ടിമറി മാത്രമല്ല, 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളിൽ കേരളത്തിൽ ഏറ്റവും വലിയ വായനക്കാരും ഏറ്റവും വലിയ പ്രേക്ഷകരും ഉണ്ട് എന്ന് പറയുന്ന ചാനലിന്റെ പത്രത്തിന്റെ എക്സിറ്റ് പോൾ. ശരി, ഞാൻ എത്താം മുസ്തഫ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.